നെക്സ്റ്റ് നമുക്ക് യൂണിഫോം കൺവെർജൻസ് ഓഫ് പവർ സീരീസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഒരു അനലറ്റിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷന് അത് എവിടെയാണോ അനലറ്റിക് ആവുന്നത് അതിനൊരു ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അതല്ലെങ്കിൽ ഒരു നെയ്ബർഹുഡിൻ്റെ ഉള്ളിൽ ഒരു ഡിസ്ക് എടുക്കുകയാണെങ്കിലാണ് നമ്മൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ പറഞ്ഞത്. അതല്ല ഒരു ആനുലർ റീജിയൻ ആണെങ്കിൽ അതിനൊരു ലോറൻസ് സീരീസ് എക്സ്പ്രഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഒരു സീരീസ് എപ്പോഴാണ് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആവുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമുക്ക് എന്താണ് യൂണിഫോം കൺവെർജൻസ് എന്ന് നോക്കാം. ഇതിനായിട്ട് സപ്പോസ് ദാറ്റ് ദ പവർ സീരീസ് സിഗ്മ എൻ വാരീസ് ഫ്രം 0 to infinity a n into z minus z naught whole raised to n has a circle of convergence mod z minus z naught equal to r. എന്താണ് സർക്കിൾ ഓഫ് കൺവെർജൻസ് എന്ന് പറഞ്ഞാൽ? ഈ സർക്കിൾ ഓഫ് കൺവെർജൻസിൻ്റെ ഉള്ളിൽ ഈ ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും? അനലറ്റിക് ആയിരിക്കും. And let s of z and sn of z represent the sum and partial sums. s of z എന്ന് പറഞ്ഞാൽ ആ സീരീസിൻ്റെ സമ്മിനെയാണ് s of z എന്ന് വിളിക്കുന്നത്. sn of z എന്ന് പറഞ്ഞാൽ nth പാർഷ്യൽ സം, അതായത് ആദ്യത്തെ n ടേംസ് ആഡ് ചെയ്ത് കിട്ടുന്നതിനെയാണ് sn of z എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? s of z ഈക്വൽ ടു സിഗ്മ n വാരീസ് ഫ്രം 0 to infinity a n ഇൻറ്റു z മൈനസ് z നോട്ട് ഹോൾ റേസ് ടു n, അതായത് ആ സീരീസിൻ്റെ സം. അതുപോലെ എസ് എൻ ഓഫ് സെഡിനെ എങ്ങനെ വിളിക്കാം? സിഗ്മ എൻ വാരീസ് ഫ്രം 0 to n മൈനസ് 1 കേട്ടോ. കാരണം എന്താ? n ടേംസ് ആണ് വേണ്ടത്, ആദ്യത്തെ n ടേംസ്. അപ്പോൾ 0 to n മൈനസ് 1 എഴുതുമ്പോൾ തന്നെ ആദ്യത്തെ n ടേംസ് ആയി. ഇൻറ്റു എ എൻ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു n, വേർ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ആർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എസ് ഓഫ് സെഡും എസ് എൻ ഓഫ് സെഡും ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് റോയൻ സെഡ് എന്ന് പറഞ്ഞാൽ? റോയൻ സെഡ് എന്ന് പറഞ്ഞാൽ റിമൈൻഡർ ആണ്. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ n ടേംസ് കഴിഞ്ഞ് വരുന്ന ബാക്കിയുള്ള ടേംസിൻ്റെ സമ്മിനെയാണ് നമ്മൾ റോയൻ സെഡ് എന്ന് വിളിക്കാറ്. അപ്പോൾ റോയൻ ഓഫ് സെഡ് എന്ത് വരും? എസ് ഓഫ് സെഡ്, അതായത് മൊത്തം സമ്മിൽ നിന്ന് മൈനസ് എസ് എൻ ഓഫ് സെഡ് ആണ്. അത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി സിൻസ് ദ പവർ സീരീസ് കൺവെർജസ് ഫോർ എനി ഫിക്സഡ് വാല്യൂ ഓഫ് സെഡ് വെൻ മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ആർ, we know that the remainder approaches to 0. എന്തായാലും ഒരു പവർ സീരീസിന് ഒരു സം ഉണ്ടെങ്കിൽ അത് കൺവെർജൻ്റ് ആണെന്ന് പറയും. അങ്ങനെ കൺവെർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എസ് ഓഫ് സെഡും എസ് എൻ ഓഫ് സെഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, nth പാർഷ്യൽ സമ്മിൻ്റെ സമ്മും സീരീസിൻ്റെ സമ്മും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിമൈൻഡർ എന്താ വരിക? എസ് ഓഫ് സെഡ് മൈനസ് എസ് എൻ ഓഫ് സെഡ് എന്ത് വരും? 0 ആയിരിക്കും വരിക ആസ് n tends to infinity. According to the definition of limit of sequence, this means that corresponding to each positive number epsilon, there is a positive integer n epsilon such that mod rho n of z minus 0 less than epsilon whenever n greater than or equal to n epsilon. അത് ഏതിൻ്റെ ഡെഫിനേഷൻ ഉപയോഗിച്ചിട്ട് എഴുതിയത്? അതായത് ഒരു പർട്ടിക്കുലർ എന്നിന് ശേഷം n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എപ്സിലോൺ, അതിനുശേഷം റോ എൻ ഓഫ് സെഡ് 0ലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ റോ എൻ ഓഫ് സെഡിൻ്റെ ലിമിറ്റ് 0 ആണെന്ന് അർത്ഥം. അപ്പോൾ ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മോഡുലസ് ഓഫ് റോ എൻ ഓഫ് സെഡ് മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ n ഗ്രേറ്റർ ദാൻ n എപ്സിലോൺ എന്ന് എഴുതാം. അതായത് മോഡ് റോ എൻ ഓഫ് സെഡ് ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ n ഗ്രേറ്റർ ദാൻ n എപ്സിലോൺ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ എൻ എപ്സിലോൺ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഓൺലി ദ വാല്യൂ ഓഫ് എപ്സിലോണിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സെഡിനെ ഡിപ്പെൻഡ് ചെയ്യണില്ലേ എൻ എപ്സിലോൺ ചൂസ് ചെയ്യുന്നത്. ദ ചോയ്സ് ഓഫ് എൻ എപ്സിലോൺ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ വാല്യൂ ഓഫ് എപ്സിലോൺ ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പോയിൻറ്റ് ഇസഡ് taken in a specified region within the circle of convergence. Therefore, the convergence of the series is said to be uniform in that region. അപ്പോൾ നമുക്ക് ഒരു സീരീസ് കൺവെർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ റിമൈൻഡർ 0 ആണ്, റിമൈൻഡറിൻ്റെ ലിമിറ്റ് 0 ആണെന്ന് പറയാൻ പറ്റും. വേറെ n ഗ്രേറ്റർ ദാൻ n എപ്സിലോൺ. ആ n എപ്സിലോൺ എന്നുള്ളത് എപ്സിലോണിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, സെഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ കൺവെർജൻസ് എല്ലായിടത്തും ഒരുപോലെയാണ്, അത് യൂണിഫോം ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അത് വെച്ചിട്ടുള്ളൊരു തിയറാണ്. If z1 is a point inside the circle of convergence, mod z minus z naught equal to r of the power series sigma an into z minus z naught whole raised to n, then that series is uniformly convergent in the closed disk mod z minus z naught less than or equal to r1, where r1 equal to mod z1 minus z naught. അതായത് ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള സർക്കിളാണ് സർക്കിൾ ഓഫ് കൺവെർജൻസ് എന്ന് വിളിക്കുന്നത്. ആ സർക്കിളിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ എപ്പോഴും അനലറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൊത്തം റേഡിയസ് ക്യാപിറ്റൽ R ആയിട്ട് വരുന്ന ഒരു സർക്കിളാണ് സെറ്റ് നോട്ട് സെൻറ്ററും R റേഡിയസും ആയിട്ട് വരുന്ന ആ ഏറ്റവും ഔട്ടർ മോസ്റ്റ് സർക്കിളിനെയാണ് നമ്മൾ സർക്കിൾ ഓഫ് കൺവെർജൻസ് എന്ന് വിളിച്ചത്.
ഓക്കെ, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു പോയിൻ്റാണ് Z1 എന്ന് പറയുന്നത്. അപ്പോൾ Z1നെ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ വേറൊരു സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. മോഡ് Z1 മൈനസ് Z0 ഈക്വൽ ടു R1 എന്നുള്ള ഒരു സർക്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ ഒരു ക്ലോസ്ഡ് പോർഷനാണ് എടുക്കുന്നത്, ക്ലോസ്ഡ് ഡിസ്ക് ആണ് എടുക്കുന്നത്. അതായത് മോഡ് Z മൈനസ് Z0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു R1 എടുക്കുകയാണെങ്കിൽ അവിടെ അത് എന്തായിരിക്കും, യൂണിഫോംലി, ആ സീരീസ് യൂണിഫോംലി കൺവെർജൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് Z0 0 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. Z0 0 ആകുമ്പോൾ സീരീസ് എങ്ങനെ വരും, സിഗ്മ AN ഇൻറ്റു Z⁻n ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ Z0 0 ആണെങ്കിൽ നമ്മൾ Z1 എന്നുള്ള പോയിൻറ്റും Z0 എന്നുള്ള പോയിൻറ്റും ഡിഫറെൻ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് Z1 എന്നുള്ളത് ഒരിക്കലും 0 അല്ല. അപ്പോൾ നമ്മുടെ സീരീസ് എങ്ങനെ മാറും, സിഗ്മ AN ഇൻറ്റു Z⁻n എന്നായിട്ട് മാറും. നമ്മൾ തിയറം 1 ഈ ചാപ്റ്ററിൽ തന്നെ തിയറം 1 അബ്സല്യൂട്ട് കൺവെർജൻസിൻ്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മോഡുലസ് ഓഫ് Z1 എന്നുള്ളത് മോഡുലസ് ഓഫ് Z2നെ, അതായത് മോഡുലസ് ഓഫ് Z2 എടുക്കുന്നത് ഇതിൻ്റെ ഗ്രേറ്റർ റേഡിയസ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് എടുക്കുകയാണ് Z2 എന്ന് പറയുന്നത്. അപ്പോൾ Z1 മൈനസ് Z0 ആണ്, അതിൻ്റെ റേഡിയസ് ആണ് R1 എന്നെടുത്തത്. അപ്പോൾ R1നേക്കാളും കൂടുതൽ റേഡിയസിൽ വരുന്ന ഒരു പോയിൻ്റാണ് Z2 എന്നുള്ള പോയിൻ്റ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിയറം 1 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ റേഡിയസ് ഉള്ളത് അവിടെ Z1 ആണ് എടുത്തത്. തിയറം 1 നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. സിഗ്മ AN Z⁻n കൺവെർജസ് അബ്സല്യൂട്ട്ലി ഫോർ മോഡ് Z ലെസ് ദാൻ മോഡ് Z2. അപ്പോൾ അവിടെ പറഞ്ഞത് മോഡ് Z1 ആണ് വലുത്, മോഡ് Z1ൻ്റെ ഉള്ളിൽ കിടക്കുന്ന പോയിൻ്റാണ് Z എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അത് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആവുമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മളൊരു Z2 എന്നുള്ളൊരു പുതിയ പോയിൻ്റ് എടുക്കുകയാണ്, Z1നേക്കാളും കൂടുതൽ മോഡുലസ് കൂടുതലുള്ള ഒരു പോയിൻ്റ് എടുക്കുകയാണ്, Z2 എന്നുള്ളൊരു പോയിൻ്റ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ തിയറം 1 പ്രകാരം എന്ത് പറയാം, സിഗ്മ AN Z⁻n കൺവെർജസ് അബ്സല്യൂട്ട്ലി ഫോർ മോഡ് Z ലെസ് ദാൻ മോഡ് Z2. ഓക്കെ, ഇൻ പെർട്ടിക്കുലർ നമ്മൾ എടുക്കുകയാണ് സിഗ്മ n വാരീസ് ഫ്രം 0 ടു ഇൻഫിനിറ്റി AN Z1⁻n എന്നുള്ളത് കൺവെർജൻ്റ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, എമ്മും എന്നും എന്നുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് നമുക്ക് കാണാൻ പറ്റും, m ഗ്രേറ്റർ ദാൻ n സച്ച് ദാറ്റ് ρn ഓഫ് Z ഇസ് ഈക്വൽ ടു, കാരണം കൺവെർജൻ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ എന്ത് പറയാൻ പറ്റും, ρn ഓഫ് Z എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ n വാരീസ് ഫ്രം n ടു m AN ഇൻറ്റു Z⁻n. അതായത് AN Z⁻n എന്നുള്ളതിൻ്റെ റിമൈൻഡർ ആണ് ρn Z എന്ന് എടുക്കുന്നത്. അതുപോലെ തന്നെ സിഗ്മ AN Z1⁻n റിമൈൻഡർ ആണ് നമ്മൾ സിഗ്മ n എന്ന് എടുക്കുന്നത്. അതായത് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇങ്ങനെയാണ് നോക്കിക്കോ, ഇതെന്ന് പറഞ്ഞാൽ എന്താ, n+1 n ടേംസ് കഴിഞ്ഞതിന് ശേഷമുള്ള ടേംസിൻ്റെ സമ്മാണ്. അപ്പോൾ n ടേംസിന് ശേഷമുള്ള നമ്മൾ n-1 വരെയുള്ള ടേംസാണ് SNൽ എടുത്തിട്ടുണ്ട്, nth പാർഷ്യൽ സമ്മിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള ടേംസ് എന്ന് പറയുമ്പോൾ എന്താ വരിക, n മുതൽ m വരെ എന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് m ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എമ്മിന് ഏത് വാല്യൂ ആണെങ്കിലും വരാം. ബാക്കിയുള്ള ടേംസിൻ്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, റിമൈൻഡർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ SNന് ശേഷം എന്ന് പറയുമ്പോൾ n മുതൽ m വരെ, m എന്നുള്ള ഇൻഫിനിറ്റി വരെ ആകാം, അങ്ങനെയുള്ള ടേംസിൻ്റെ സമ്മിനെ നമുക്ക് ρn എടുക്കാം. അപ്പോൾ ഈ സീരീസിൻ്റെ റിമൈൻഡറാണ് ρn Z എടുത്തത്. ഇതിൽ മോഡുലസ് എടുത്തിട്ടുള്ള സീരീസിൻ്റെ റിമൈൻഡറാണ് സിഗ്മ n എന്ന് എടുത്തിട്ടുള്ളത്. അങ്ങനെ രണ്ടെണ്ണം കൺസിഡർ ചെയ്യാം. എന്നിട്ട് നമുക്ക് മോഡുലസ് എടുക്കുമ്പോൾ എന്താ വരിക എന്ന് നോക്കാം. മോഡുലസ് ഓഫ് ρn Z ഈക്വൽ ടു മോഡുലസ് ഓഫ് ലിമിറ്റ് m ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ n വാരീസ് ഫ്രം ക്യാപിറ്റൽ N ടു m AN Z⁻n ദറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഔട്ട്സൈഡ് എടുത്ത ലിമിറ്റ് m ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് സിഗ്മ AN Z⁻n എടുക്കും. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം Z എന്നുള്ളത് Z1ൻ്റെ ഉള്ളിൽ കിടക്കുന്ന പോയിൻ്റാണ്. ഫിഗർ നോക്കിക്കോ, Z എന്നുള്ളത് കണ്ടോ, ഇവിടെയാണ് Z1 കിടക്കുന്നത്, അതിൻ്റെ ഉള്ളിലാണ് Z എന്നുള്ള പോയിൻ്റ് കിടക്കുന്നത്. അപ്പോൾ മോഡ് Z എന്നുള്ളത് Z1നേക്കാളും ചെറുതാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, വെൻ മോഡ് Z ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 മോഡുലസ് ഓഫ് സിഗ്മ AN Z⁻n ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമുക്ക് മോഡുലസ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് AN ഇൻറ്റു മോഡ് Z⁻n എന്ന് എഴുതാം. ഇനി മോഡ് Z⁻n പകരം നമുക്ക് മോഡ് Z ഹോൾ റേസ് ടു n എന്ന് എഴുതാം. ദറ്റ് ഈസ് ലെസ്, നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു മോഡ് Z ഈസ് ലെസ് ദാൻ മോഡ് Z1. അപ്പോൾ Z-ന് പകരം Z1 റീപ്ലേസ് ചെയ്യുമ്പോൾ വീണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ n വാരീസ് ഫ്രം ക്യാപിറ്റൽ M ടു m മോഡ് AN ഇൻറ്റു Z1⁻n എന്ന് എഴുതാം. ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ n വാരീസ് ഫ്രം n ടു ക്യാപിറ്റൽ M മോഡുലസ് ഒന്നിച്ച് എഴുതുമ്പോൾ മോഡ് AN Z1⁻n എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് നമ്മൾ ആദ്യത്തെയും അവസാനത്തെയും കൂടി ക്ലബ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മ
ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റിയും കൂടി ആഡ് ചെയ്യാണ്. ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ എ എൻ സെഡ് റേസ് ടു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ എ എൻ സെഡ് വൺ റേസ് ടു എൻ മോഡ് എ എൻ സെഡ് വൺ റേസ് ടു എൻ എന്ന് എഴുതാം. അപ്പോൾ ആദ്യത്തെ മോഡുലസിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുള്ള സംഭവം എന്താ? റോ എൻ സെഡ് ആണ്. അപ്പോൾ മോഡ് റോ എൻ സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു രണ്ടാമത് എഴുതിയിട്ടുള്ളത് സിഗ്മ എൻ ആണ്. അപ്പോൾ ആദ്യത്തേൻ്റെ റിമൈൻഡർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു രണ്ടാമത്തേൻ്റെ റിമൈൻഡർ എന്നാണ് കിട്ടിയത്. ഇനി ആദ്യത്തെ സീരീസ് നമ്മൾ കൺവെർജൻ്റ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആദ്യത്തെ സീരീസ് അതായത് എ എൻ സെഡ് റേസ് ടു എൻ കൺവെർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് റിമൈൻഡർ എന്തായിരിക്കും? സീറോയിലേക്ക് പോകും. ഓക്കെ, അതായത് സിൻസ് സിഗ്മ എൻ ആർ ദ റിമൈൻഡേഴ്സ് ഓഫ് the convergence series, they tend to 0 as n tends to infinity. That is, for each positive number epsilon, an integer n epsilon exists such that നമ്മളിപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിയറം 1 പ്രകാരം ഇത് കൺവെർജൻ്റ് ആണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് അത് എഴുതണം കേട്ടോ. സിഗ്മ റോ എൻ മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ എൻ ഗ്രേറ്റർ ദാൻ എൻ എപ്സിലോൺ. അതായത് നമുക്ക് സിഗ്മ എൻ ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ എൻ ഗ്രേറ്റർ ദാൻ എൻ എപ്സിലോൺ എന്ന് കിട്ടി. അതെപ്പോഴാണ്? അത് ഒരിക്കലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എപ്സിലോണിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്നാണ് കിട്ടിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഡ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് വൺ വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഇക്വേഷൻ 12ഉം ഇക്വേഷൻ 13ഉം എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റും. എൻ ഗ്രേറ്റർ ദാൻ എൻ എപ്സിലോൺ ആവുന്ന കേസ് അത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞു? മോഡ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെഡ് വൺ ചെയ്തപ്പോഴാണ് നമുക്കിത് കിട്ടിയത്. ആ കേസിൽ അത് എക്സിസ്റ്റ് ചെയ്യേണ്ടെന്ന് പറയാൻ കിട്ടി. ആൻഡ് ദ വാല്യൂ ഓഫ് എൻ എപ്സിലോൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ചോയ്സ് ഓഫ് സെഡ്. സെഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എൻ എപ്സിലോണിൻ്റെ വാല്യൂവിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടില്ലേ സിഗ്മ എൻ ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതിയത്? എപ്സിലോണിൻ്റെ വാല്യൂവിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ആ കൺവെർജൻസ് എന്താണ്? യൂണിഫോം ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തത് സെറ്റ് നോട്ട് 0 ആവുന്ന കേസിലാണ്. ഇനി നമ്മൾ സെറ്റ് നോട്ട് ആർബിട്രറി ആയിട്ട് എടുക്കുക. ഓക്കെ, നൗ കൺസിഡർ ദ കേസ് ഇൻ വിച്ച് സെറ്റ് നോട്ട് ഈസ് ആർബിട്രറി. സെറ്റ് നോട്ട് വേറെ ഏതെങ്കിലും പോയിന്റ് ആയിട്ട് വരുന്നത് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ആൻഡ് ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ റൈറ്റിംഗ്. നമുക്ക് ഇനി എന്ത് കൊടുക്കാം? സെറ്റ് മൈനസ് സെറ്റ് നോട്ടിന് പകരം W എന്ന് കൊടുക്കാം. ഓക്കെ, സെറ്റ് മൈനസ് സെറ്റ് നോട്ടിന് പകരം W എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താ? സിഗ്മ എ എൻ സെഡ് റേസ് ടു എന്നിന് ഇത് യൂണിഫോംലി കൺവെർജൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എ എൻ W റേസ് ടു സെറ്റ് മൈനസ് സെറ്റ് നോട്ടിന് W കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ എൻ W റേസ് ടു എന്നിന് അത് എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും? യൂണിഫോംലി കൺവെർജൻ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അത് ഏത് ഡിസ്കിലാണ്? മോഡ് സെറ്റ് ലെസ് ദാൻ മോഡ് സെഡ് വൺ ആണ്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? മോഡ് W ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് സെഡ് വൺ മൈനസ് സെറ്റ് നോട്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഏത് സെറ്റ് നോട്ടിനും ഇത് ട്രൂ ആണ്. അതുകൊണ്ട് W എടുത്താലും ഇത്, അതായത് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് എടുത്താലും അത് എന്താണെന്ന് കിട്ടും? യൂണിഫോംലി കൺവെർജൻ്റ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് വേറൊരു തിയറാണ്. എ പവർ സീരീസ് സിഗ്മ എ എൻ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു എൻ റെപ്രസെൻറ്റ്സ് എ കണ്ടിന്യൂവസ് ഫംഗ്ഷൻ. ഒരു പവർ സീരീസ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനായ എസ് ഓഫ് സെഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. എങ്ങനെ? അറ്റ് ഈച്ച് പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ ഓഫ് കൺവെർജൻസ് മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഈക്വൽ ടു ആർ. അതായത് സർക്കിൾ ഓഫ് കൺവെർജൻസിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റിൽ അതെപ്പോഴും എന്തായിരിക്കും? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണതെന്നാണ് പറഞ്ഞത്. ഒരു പവർ സീരീസ് represents a continuous function s of z at each point inside the circle of convergence mod z minus z naught equal to r. അപ്പോൾ ആദ്യത്തെ പറയുന്നത് നമ്മൾ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷനൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് പറയുകയാണ് കേട്ടോ. ഓക്കെ, അതായത് എസ് ഓഫ് സെഡ് ഡിനോട്ട്സ് ദ സം ഓഫ് ദ സീരീസ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എസ് ഓഫ് സെഡ് എന്നുള്ളതിൻ്റെ സമ്മാണ്. വിത്ത് ഇറ്റ് സർക്കിൾ ഓഫ് കൺവെർജൻസ് മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഈക്വൽ ടു ആർ എന്നൊക്കെ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ആൻഡ് ഇഫ് സെറ്റ് വൺ ഈസ് എ പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ ദെൻ ഈച്ച് പോസിറ്റീവ് നമ്പർ എപ്സിലോൺ ദർ ഇസ് എ പോസിറ്റീവ് നമ്പർ ഡെൽറ്റ സച്ച് ദറ്റ്, അതായത് കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ പറയുകയാണ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. മോഡ് എസ് ഓഫ് സെഡ് മൈനസ് എസ് ഓഫ് സെഡ് വൺ ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ സെഡ് മൈനസ് സെഡ് വൺ ലെസ് ദാൻ ഡെൽറ്റ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ദ നമ്പർ ഡെൽറ്റ ബീയിങ് സ്മോൾ ഇനഫ് സോ ദാറ്റ് സെഡ് ലൈസ് ഇൻ ദി ഡൊമൈൻ ഓഫ് സെഡ് മൈനസ് സെഡ് നോട്ട് ലെസ് ദാൻ ആർ ഓഫ് സെഡ് എസ് ഓഫ് സെഡ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ എടുക്കാം? നമുക്കറിയാം അതിൻ്റെ nth പാർഷ്യൽ സം എസ് എൻ ഓഫ് സെഡ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എസ് ഓഫ് സെഡ് എന്നുള്ള സമ്മിനെ, ആ സീരീസിൻ്റെ സമ്മിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? nth പാർഷ്യൽ സം പ്ലസ് റിമൈൻഡർ, അതായത് എസ് എൻ ഓഫ് സെഡ് പ്ലസ് റോ എൻ ഓഫ് സെഡ് എന്ന് എഴുതാം. കാരണം ആദ്യത്തെ n ടേംസിൻ്റെ സമ്മും പിന്നെ n+1 ടേം തൊട്ട് ബാക്കിയുള്ള ടേംസിൻ്റെ സമ്മായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ റോ എൻ ഓഫ് സെഡ് എന്താ വരിക? എസ് ഓഫ് സെഡ് മൈനസ് എസ് എൻ ഓഫ് സെഡ് എന്ന് കിട്ടും. രണ്ട് സൈഡിലും മോഡുലസ് എടുത്ത് നോക്കുക. അപ്പോൾ എന്താ വരിക? മോഡുലസ് ഓഫ് എസ് ഓഫ് സെഡ് മൈനസ്
രണ്ട് സൈഡിൽ മോഡുലസ് എടുക്കില്ല. നമ്മൾ പുതിയൊരു ടേം കാണുകയാണ്. എസ് ഓഫ് സെഡിൽ നിന്ന് എസ് ഓഫ് സെഡ് വൺ, സെഡ് വണ്ണിൻ്റെ സമ്മും സെഡിൻ്റെ സമ്മും, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോഡുലസ് ഓഫ് എസ് ഓഫ് സെഡ് മൈനസ് എസ് ഓഫ് സെഡ് വൺ ഈക്വൽ ടു, നമ്മൾ എന്ത് എഴുതാം, എസ് ഓഫ് സെഡിന് പകരം നമുക്ക് എന്ത് എഴുതാം, എസ് എൻ ഓഫ് സെഡ് പ്ലസ് റോ എൻ ഓഫ് സെഡ് എന്ന് എഴുതാം. അതുപോലെ എസ് ഓഫ് സെഡ് വണ്ണിന് പകരം എസ് എൻ ഓഫ് സെഡ് വൺ പ്ലസ് റോ എൻ ഓഫ് സെഡ് വൺ എന്ന് എഴുതാം. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, മോഡുലസ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എസ് എൻ ഓഫ് സെഡ് മൈനസ് എസ് എൻ ഓഫ് സെഡ് വൺ പ്ലസ് മോഡുലസ് ഓഫ് റോ എൻ ഓഫ് സെഡ് പ്ലസ് മോഡുലസ് ഓഫ് റോ എൻ ഓഫ് സെഡ് വൺ എന്ന് എഴുതാൻ പറ്റും. ഇനി സെഡ് എന്ന് പറയുന്നത് എവിടെ കിടക്കുന്ന പോയിൻ്റാണ്, ഒരു ക്ലോസ്ഡ് ഡിസ്കായ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ നോട്ടിൽ കിടക്കുന്ന പോയിന്റ്. അവിടുത്തെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആർ നോട്ടാണ്. ആ ആർ നോട്ട് എടുക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു സർക്കിൾ ഓഫ് റേഡിയസ് എടുത്തിട്ടുണ്ട്, സർക്കിൾ ഓഫ് കൺവെർജൻസ് എടുത്തിട്ടുണ്ട് 6. നമ്മുടെ സർക്കിൾ ഓഫ് കൺവെർജൻസിൻ്റെ റേഡിയസ് 6ആണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, R1 റേഡിയസ് ഉള്ള ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ എടുക്കുന്നത് സെഡ് എന്നുള്ളത് ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു പോയിന്റ്, ഈ ഒരു ആനുലാർ റീജിയനിൽ കിടക്കുന്ന ഒരു റേഡിയസ് ആയിട്ടാണ് നമ്മളിപ്പോൾ പുതിയതൊരെണ്ണം എടുക്കുന്നത് കേട്ടോ. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ കിടക്കുന്നത്, R1ൻ്റെയും R-ൻ്റെയും ഇടയിൽ കിടക്കുന്നത്. ഓക്കെ, ആർ നോട്ട് എന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സെഡ് ഈസ് എ പോയിന്റ് ലൈയിങ് ഇൻ സം ക്ലോസ്ഡ് ഡിസ്ക് മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ നോട്ട് ഹൂസ് റേഡിയസ് ആർ നോട്ട് ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് സെറ്റ് വൺ മൈനസ് സെറ്റ് നോട്ട്. അതായത് R1-നേക്കാളും ഗ്രേറ്റർ ആണ്, ബട്ട് ലെസ് ദാൻ ദ റേഡിയസ് ആർ ഓഫ് ദ സർക്കിൾ ഓഫ് കൺവെർജൻസ് ഓഫ് ദ സീരീസ്. Then the uniform convergence stated in theorem 2 ensures that there is a positive integer n epsilon. അതായത് നമ്മൾ ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ യൂണിഫോം കൺവെർജൻസിൽ എന്താ പറഞ്ഞത്, അങ്ങനെ ഒരു സർക്കിൾ ഓഫ് കൺവെർജൻസിൻ്റെ ഉള്ളിലൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് ഡിസ്ക് എടുക്കുകയാണെങ്കിൽ അവിടെ അത് എന്തായിരിക്കും, യൂണിഫോംലി കൺവെർജൻ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അതേപോലെയാണ് വന്നിരിക്കുന്നത്. സർക്കിൾ ഓഫ് കൺവെർജൻസ് 6 ആണ്, അതിൻ്റെ ഉള്ളിൽ ആണ് നമ്മളിപ്പോൾ ഒരു പുതിയ പോയിന്റ് എടുത്ത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടെ അത് യൂണിഫോംലി കൺവെർജൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും, എസ് ഓഫ് സെഡ് മൈനസ് എസ് എൻ ഓഫ് സെഡ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 വെനെവർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ എപ്സിലോൺ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും, യൂണിഫോംലി കൺവെർജൻസിൻ്റെ ഡെഫിനേഷൻ പ്രകാരം. ഇനി എന്താണ് എസ് ഓഫ് സെഡ് മൈനസ് എസ് എൻ ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ, അത് റോ എൻ ഓഫ് സെഡ് ആണ്. ദറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 വെനെവർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ ഗ്രേറ്റർ ദാൻ എൻ എപ്സിലോൺ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് എന്നുള്ളത് വളരെ ചെറിയൊരു സെഡ് വണ്ണിൻ്റെ ചെറിയൊരു നൈബർഹുഡായിട്ട് എടുക്കുക. ഓക്കെ, അതാണ് ചെയ്തത്. മോഡ് സെറ്റ് മൈനസ് സെറ്റ് വൺ ലെസ് ദാൻ ഡെൽറ്റ ഓഫ് സെറ്റ് വൺ ദറ്റ് ഈസ് സ്മോൾ ഇനഫ് ടു കണ്ടെയ്ൻഡ് ഇൻ ദ ഡിസ്ക് മോഡ്. നമുക്ക് ആവശ്യം മോഡ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ നോട്ടാണ്. അതിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്യുന്ന രീതിയിൽ വളരെ ചെറിയൊരു നൈബർഹുഡ് സെഡ് വണ്ണിൻ്റെ കൺസിഡർ ചെയ്യാം. അപ്പോൾ എസ് എൻ ഓഫ് സെഡ് ഒരു പോളിനോമിയലാണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, therefore it is continuous, അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആയിരിക്കും. ആൻഡ് ഈസ് therefore continuous at Z1 for each value of n. ഏത് വാല്യൂ എടുത്താലും അത് കണ്ടിന്യൂസ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്നിന് പകരം എന്ത് കൊടുക്കാം, വേണമെങ്കിൽ എൻ എപ്സിലോൺ പ്ലസ് 1 എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഒരു ഡെൽറ്റ ചൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ, മോഡുലസ് ഓഫ് എസ് എൻ ഓഫ് സെഡ് മൈനസ് എസ് എൻ ഓഫ് സെഡ് വൺ ലെസ് ദാൻ എപ്സിലോൺ ബൈ 3 വെനെവർ മോഡ് സെഡ് മൈനസ് സെഡ് വൺ ലെസ് ദാൻ ഡെൽറ്റ. അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി എന്നിന് പകരം എൻ എപ്സിലോൺ പ്ലസ് 1 എന്ന് കൊടുത്താലും ഇതെന്തായിരിക്കും, ട്രൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എസ് ഓഫ് സെഡ് മൈനസ് എസ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 മോഡുലസായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും എന്ത് വരും, എപ്സിലോൺ ബൈ 3. പിന്നെ റോ എന്നുള്ളത് നമ്മൾ എപ്സിലോൺ ബൈ 3 എന്ന് ചൂസ് ചെയ്തു. അപ്പോൾ മറ്റേതും എന്ത് തന്നെയായിരിക്കും, സെഡ് 1 കൊടുത്താലും എപ്സിലോൺ ബൈ 3 തന്നെയായിരിക്കും. 3 ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. വെനെവർ മോഡ് സെഡ് മൈനസ് സെഡ് 1 ലെസ് ദാൻ ഡെൽറ്റ. അതിൻ്റെ അർത്ഥം എന്താ, എസ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ തിയറംസൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. തിയറം പ്രൂഫുകൾ ചോദിക്കാനുള്ള സാധ്യത ചോദിക്കാറുണ്ട് തിയറംസൊക്കെ. അപ്പോൾ മെയിനായിട്ട് ചോദിക്കുന്നത് കോഷി തിയറം, കോഷി ഇൻ്റഗ്രൽ ഫോർമുല, കോഷി റെസിഡ്യൂ തിയറം, അങ്ങനെയുള്ള തിയറംസൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ ഈ റിസൾട്ടുകളൊക്കെ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ.